ലോക്സഭയിൽ ബി.ജെ.പിയോടൊപ്പം എക്കാലവും നിലകൊണ്ട ഒരു പാർട്ടിയുണ്ട്. ലോക്സഭയിൽ മാത്രമല്ല, രാജ്യസഭയിൽ ബി.ജെ.പിയുടെ സുപ്രധാന ബില്ലുകളെല്ലാം പാസ്സാക്കുവാനായിട്ട് ബി.ജെ.പിക്ക് കണ്ണടച്ച് വിശ്വസിക്കാവുന്ന ഒരു പാർട്ടി, കട്ടയ്ക്ക് കൂടെ നിന്ന പാർട്ടി. പക്ഷേ ഇപ്പോൾ ആ പാർട്ടി പ്രതിപക്ഷത്തിന് പിന്തുണ നൽകിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നു. പരസ്യമായി തന്നെയാണ് അവർ പിന്തുണ നൽകിയിരിക്കുന്നത്. ഇത് ബി.ജെ.പി കേന്ദ്രങ്ങളെ ഞെട്ടിച്ചിട്ടുണ്ട്. ബി.ജെ.പിയുടെ കൂടെ എക്കാലവും ഉണ്ടായിരുന്ന വൈ.എസ്.ആർ കോൺഗ്രസ്സാണ്, ജഗൻമോഹൻ റെഡ്ഡിയുടെ പാർട്ടിയാണ്. പാർട്ടി ഇപ്പോൾ പ്രതിപക്ഷത്തിന് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകണമെന്നും പ്രതിപക്ഷം സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ അവരെ പിന്തുണയ്ക്കുമെന്നും വൈ.എസ്.ആർ കോൺഗ്രസിന്റെ രാജ്യസഭയിലെ എം.പി.വി. വിജയ് റെഡ്ഡി പറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, നിങ്ങൾ ബി.ജെ.പിക്കുള്ള പിന്തുണ പിൻവലിക്കുകയാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ ഞങ്ങളുടെ സംസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത്. കഴിഞ്ഞ 5 വർഷമായിട്ട് ഡെപ്യൂട്ടി സ്പീക്കർ പദവി ഒഴിഞ്ഞു കിടക്കുകയാണ്. അത് പ്രതിപക്ഷത്തിന് അവകാശപ്പെട്ടതാണ്. അവരുടെ ന്യായമായ അവകാശങ്ങൾക്കൊപ്പമാണ് ഞങ്ങൾ നിലകൊള്ളുന്നതെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ ബി.ജെ.പി കുറച്ചുകൂടി മുന്നോട്ട് പോയിരിക്കുന്നു. അവർ ഒരുപക്ഷെ ഈ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം തങ്ങളുടെ സഖ്യകക്ഷിയായ TDPക്കോ JDUവിനോ നൽകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ വൈ.എസ്.ആർ കോൺഗ്രസിനെ വെട്ടിലാക്കാൻ കഴിയും. ആന്ധ്രയിൽ നിന്ന് ഒരാൾ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു. അപ്പോൾ ആന്ധ്രയിൽ തന്നെയുള്ള സംസ്ഥാനത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയുന്ന വൈ.എസ്.ആർ കോൺഗ്രസ് എന്തു ചെയ്യുമെന്നൊരു ചോദ്യം കൂടി ഉയരുന്നു. ഇപ്പോൾ നിലവിൽ പരിഗണിക്കുന്ന പേര് മുൻ ലോക്സഭാ സ്പീക്കറായിരുന്ന GMC ബാലയോഗിയുടെ മകൻ ഹരീഷ് മാഥുരിനെ നാമനിർദ്ദേശം ചെയ്യാനുള്ള ഒരു നീക്കമാണ് ബി.ജെ.പി നടത്തുന്നത്. അങ്ങനെയെങ്കിൽ ഈ ആന്ധ്രയിൽ നിന്നുള്ള പാർട്ടികൾ അക്ഷരാർത്ഥത്തിൽ വെട്ടിലായി പോവുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.